കണ്ണൂർ ജില്ലയിൽ അസാധാരണവും ദുരൂഹവുമായ രീതിയിൽ വ്യാപകമായി വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ പേരിലാണ് കൂട്ടിച്ചേർക്കൽ. BLOമാർ അറിയാതെ 99,000-ലധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തു. 2 ലക്ഷത്തിലധികം വോട്ടുകൾ കൂട്ടിച്ചേർക്കാൻ അപേക്ഷ വന്നിട്ടുണ്ട്. അസാധാരണമായി ഇത്തരത്തിൽ അപേക്ഷകൾ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തണമെന്നും KK രാഗേഷ് ആവശ്യപ്പെട്ടു. ഇത്തവണ കണ്ണൂർ ജില്ലയിൽ 2,19,239 അപേക്ഷകളാണ് വന്നത്. അതും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധിക കാലം കഴിയുന്നതിന് മുമ്പെയാണ് ഇത്രയും വലിയ അപേക്ഷ വന്നിട്ടുള്ളത്. ആ അപേക്ഷയിൽ ഇപ്പം തന്നെ 99,790 വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു. വിവിധ മണ്ഡലങ്ങളിലായി എല്ലാം ചേർന്ന് 2,19,239 അപേക്ഷ വന്നിരിക്കുക. ഇത് അസാധാരണമാണ്, ഇത് ദുരൂഹമാണ്. BLA വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ BLAമാർ പോലും വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിനാൽ ഞങ്ങൾ അറിയുന്നില്ല. BLAമാർ അറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേരുകയാണ്. ബിജീഷ്, CPM ജില്ലാ സെക്രട്ടറി പറയുന്നു ഏതാണ്ട് 1 ലക്ഷത്തിനടുപ്പിച്ച് വോട്ടുകൾ ഇങ്ങനെ ദുരൂഹമായ രീതിയിൽ അസാധാരണമായ രീതിയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളത് ഏത് തരത്തിലുള്ളൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം? ഒപ്പം തന്നെ CPM എങ്ങനെയാണ് ഈ ഒരു വാർത്തയോട് അല്ലെങ്കിൽ ഈ വോട്ട് ചേർക്കൽ എന്നുള്ള വാർത്തയോട് പ്രതികരിക്കുന്നത്? ബിജീഷുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ നേരിയ തടസ്സം നേരിടുകയാണ്. കണ്ണൂരിൽ അസാധാരണവും ദുരൂഹവുമായ രീതിയിൽ വ്യാപകമായി വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുവെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ആരോപണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ പേരിലാണ് അങ്ങനെ കൂട്ടിച്ചേർക്കൽ വരുന്നത്. BLOമാർ അറിയാതെ 99,000-ലധികം വോട്ടുകൾ ചേർത്തു എന്നാണ് ആരോപണം. ബിജീഷ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളൊപ്പം 1 ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് ചേർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മഹേഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുമ്പോൾ അതിനകത്ത് വ്യാപകമായ തരത്തിൽ ഇത്തരത്തിൽ ദുരൂഹവും അസാധാരണവുമായ രീതിയിലുള്ള വോട്ടർമാരുടെ പേരുകൾ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രധാനമായ ആരോപണം. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ 3 സംസ്ഥാനക്കാരായ ആൾക്കാരുടെ പേരുകൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് ഇതിന് ഉദാഹരണമായി അദ്ദേഹം എടുത്തു കാട്ടിയിരിക്കുന്നത്. ഈ 3 പേരും കൂട്ടിച്ചേർത്തിരിക്കുന്നത് CPMന്റെ ബൂത്ത് ലെവൽ ഏജന്റിന്റെ യൂസർ ID ഉപയോഗിച്ചുകൊണ്ടാണ്. അദ്ദേഹം അറിയാതെയാണ് ഇത്തരത്തിലുള്ള വോട്ടർമാരെ പട്ടികയിൽ ചേർത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ BLAമാരുടെ യൂസർ ID ഉപയോഗിച്ച് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർത്ത് അവരുടെ പരിശോധന പോലും BLOമാർ വഴി, ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി നടത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ CPM വാക്കാൽ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, പ്രധാനമായും മത്സരം നടക്കുന്ന അഴീക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിലും വ്യാപകമായ തോതിൽ വോട്ടർമാരെ അസാധാരണവും ദുരൂഹവുമായ രീതിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ന് രാഗേഷ് ആരോപണം ഉന്നയിക്കുന്നു. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്കോ മാത്രമേ